ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളയെ തന്നെ ഓർമ്മ വരുന്നതാണ് പഴയ സിനിമാ പാട്ട്. ശംഖുപുഷ്പം ഒരുപാട് പ്രത്യേകതകളുള്ള ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടിയാണ്. ശംഖുപുഷ്പത്തിൻ്റെ ഔഷധ ഗുണങ്ങൾ നമുക്ക് വിശദമായി പറഞ്ഞു തരുന്നു ഡോക്ടർ ഇന്ദു കിഷോർ. നമ്മുടെ തൊടികളിലും വേലിപ്പടർപ്പുകളിലുമെല്ലാം അതീവ ചാരുതയോടെ കാണുന്ന ഒന്നാണ് ശംഖുപുഷ്പം. നീലയും വെള്ളയും നിറത്തിലുള്ള പൂക്കളാണ് അധികമായും കാണാറ്. ബുദ്ധിശക്തി, ധാരണാശക്തി എന്നിവ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഔഷധങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ശംഖുപുഷ്പം. മേധ്യ വിശേഷേണ തു ശംഖുപുഷ്പി എന്നാണ് ആയുർവേദ ആചാര്യമതം. ആയുർവേദത്തിൽ മാനസിക വ്യാധികൾക്കുള്ള ഔഷധങ്ങളിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന ഒന്നാണ് ശംഖുപുഷ്പം. ബട്ടർഫ്ലൈ പീ എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് നാമം. ശംഖാഹ്വ, അപരാജിത, ഗവാക്ഷി എന്നിങ്ങനെ സംസ്കൃത നാമങ്ങളും ശംഖുപുഷ്പത്തിനുണ്ട്. പൂവും വേരുമാണ് ഇതിൻ്റെ ഔഷധയോഗ്യ ഭാഗങ്ങളെങ്കിലും ചില സമയങ്ങളിൽ നമ്മൾ സമൂലമായും ഉപയോഗിക്കാറുണ്ട്. ശംഖുപുഷ്പത്തിൻ്റെ പൂക്കൾ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് നിറം നൽകാനായി ഉപയോഗിക്കാറുണ്ട്. ഇതുകൊണ്ടുണ്ടാക്കുന്ന ചായയെ ഹെർബൽ ടീ, ബ്ലൂ ടീ എന്നീ പേരുകളിലാണ് അറിയപ്പെടുന്നത്. ബ്ലൂ ടീയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ കേശ സംരക്ഷണത്തിനും ചർമ്മത്തിനുമൊക്കെ വളരെ നല്ലതാണ്. അതേപോലെ അതിലടങ്ങിയിരിക്കുന്ന അസറ്റൈൽ കൊളൈനുകൾ തലച്ചോറിൻ്റെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്നു. ശംഖുപുഷ്പം കണ്ണുകളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്, ശരീരബലം നൽകുന്നു. ശംഖുപുഷ്പത്തിൻ്റെ വേര് വിഷഹരമാണ്. ശംഖുപുഷ്പത്തിൻ്റെ വേര് പച്ചക്കരച്ച് വൈദ്യനിർദ്ദേശപ്രകാരമുള്ള അളവിൽ വെണ്ണയിലോ നെയ്യിലോ ചേർത്ത് അതിരാവിലെ കുട്ടികൾക്ക് വെറും വയറ്റിൽ കൊടുക്കുന്നത് അവരുടെ ബുദ്ധിശക്തിയെയും ധാരണാശക്തിയെയും വർദ്ധിപ്പിക്കുന്നതാണ്. ശംഖുപുഷ്പത്തിൻ്റെ വേര് സമൂലം കഷായം വെച്ച് സേവിക്കുന്നത് പ്രവാഹിക, ഉന്മാദം, ഉറക്കമില്ലായ്മ, മദ്യത്തിൻ്റെ അമിതമായ ഉപയോഗം കൊണ്ടുണ്ടാകുന്ന ലഹരി, ശ്വാസരോഗങ്ങൾ എന്നിവയിൽ നമ്മൾ കൊടുക്കാറുണ്ട്. ഗർഭാശയ രക്തസ്രാവത്തിൽ നമ്മൾ ശംഖുപുഷ്പം തേനും ചേർത്ത് കൊടുക്കുന്നതും നല്ലതായിട്ട് വരാറുണ്ട്. എന്തു തന്നെയായിരുന്നാലും എല്ലാ ഔഷധങ്ങളും അംഗീകൃത വൈദ്യനിർദ്ദേശപ്രകാരം മാത്രമേ കൊടുക്കാവുള്ളൂ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇനിയുള്ള ഉദയാസ്തമയങ്ങളിൽ ചേകാടിക്കാർക്ക് ആശങ്കയുണ്ട്, പ്രതീക്ഷയുണ്ട്. മാതേശ്വരൻ്റെ മണ്ണിനോട് തൽക്കാലം വിടാം.